ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആശ്രാമ മൈതാനത്താണേ. ദാണ്ടെ ശരിക്കും പറഞ്ഞാൽ ഇത് കാശ്മീരല്ല, നേരെ വേറെങ്ങുമല്ല, നമ്മൾ ആശ്രാമ മൈതാനത്താണ്. ദാണ്ടെ പൂക്കളുടെ താഴ്വര എന്ന് തന്നെ നമുക്ക് ആശ്രാമ മൈതാനത്തെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു ലോഡ് റോസ് കൊണ്ടുവന്നതിനകത്ത് ഇന്ന് 23-ാം തീയതി രാവിലെ എടുക്കുന്ന വീഡിയോ ആണേ. നോക്കി ആ പൂക്കളുടെയൊക്കെ ഒരു ഭംഗി നോക്കിയേ ഭായി, എന്തൊരു മനസമാധാനം കിട്ടുന്നതാണെന്ന് നോക്കി. ആ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് നോക്കാൻ പറ്റാതിരിക്കുന്നത് ഇല്ലേ? ഇതിനിടയ്ക്ക് നിന്ന് ഇല്ലേ മുമ്പ് വന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനെങ്കിലും ആഗ്രഹമില്ലാത്തവർ കാണാൻ വഴിയില്ല. നമ്മൾ ആശ്രാമ മൈതാനത്തിൽ നിന്ന് 23-ാം തീയതി വന്നേക്കുന്ന ഒരു ലോഡ് റോസാണ്. അതിൻ്റെ പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചങ്ക് പറഞ്ഞു പോവും. ആ രീതിക്ക് കളറുള്ള നല്ല സുന്ദരമായ താജ്മഹൽ റോസ്. അതേപോലെ അതായത് താജ്മഹൽ റോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഷാജഹാൻ മുംതാസിന് കൊടുത്ത താജ്മഹൽ റോസ് ഉൾപ്പെടെ കുറച്ച് വെറൈറ്റി പ്ലാന്റ് മുമ്പേ വന്ന് വാങ്ങണം. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അന്നേരം ആദ്യമേ വരുന്നവർ നല്ല നല്ല വെറൈറ്റി പൂക്കൾ എടുത്തുകൊണ്ട് പോത്തില്ലേ അല്ലേ? ആദ്യമേ വരുന്നവർക്ക് അപ്പം റോസ് എന്ന് ചുമ്മാ പറയുന്നതൊന്നുമല്ല, നല്ല സുന്ദരമായ വെറൈറ്റി റോസുകൾ ഒരു ഫുൾ ലോഡ് സാധനമാണ് ഇപ്പം വന്നേക്കുന്നത്. അന്നേരം താണ്ടെ അതങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചന്തം കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം ഇങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ഒരു ലോഡ് റോസ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് തുടങ്ങി താണ്ടെ ഇവിടുന്ന് ഇനി റോസ് ഇറങ്ങാനുണ്ട്. താണ്ടെ ഓർക്കിഡ് വെറൈറ്റി റോസൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് നോക്കി, സമ്മസ്ന വെറൈറ്റി റോസ്, അതേപോലെ തന്നെ റെഡ് പിനാക്ക റോസ്. ഏകദേശം ഒരു 10,000-4,000 റോസ് താണ്ടെ നിരന്ന് ഇരിക്കുന്ന ഇരിപ്പ് നോക്കി, എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്കി. ഓർക്കിഡ് റോസ്, അതേപോലെ തന്നെ ഇതാണ്ട് ചെറിയ റോസൊക്കെ നല്ല അടിപൊളി വെറൈറ്റി റോസ്. ഈ ഭാഗം മൊത്തം റോസ് കേട്ടോ. അതാണ്ട് ഈ ഭാഗത്തും ഒക്കെ റോസാണ്. അതുകൊണ്ട് ഇരിക്കുന്ന ചട്ടിയിലുള്ള റോസ്, വലിയ ചട്ടിയിലുള്ള റോസ്, സമ്മസ്നോ റോസ്, റെഡ് പിനാക്ക റോസ്, അതേപോലെ തന്നെ അതുകൊണ്ട് കാശ്മീരി റോസൊക്കെ തിരക്കി നടക്കുന്നവർക്ക് താണ്ടെ ചട്ടിയോട് കൂടിയിട്ടുള്ള കാശ്മീരി റോസ് താണ്ടെ ഈ ഒരു ബറ്റാലിയൻ തന്നെ പറയാം. താണ്ടെ അടിപൊളി വെറൈറ്റി റോസുകൾ, ഫുൾ റോസ് കേട്ടോ. റോസിൻ്റെ പല ഷെയ്ഡുകൾ തിരക്കി നടക്കുന്ന ആളുകൾക്ക് കാണാനായിട്ട് താണ്ടെ കാശ്മീരി റോസൊക്കെ ഇരിക്കുന്ന നോക്കി. ഇപ്പം റോഡിനകത്ത് നേരെ കൊണ്ടുവന്ന കേട്ടോ. ഏതാ ഒരുപാട് വെറൈറ്റി ഉണ്ട്. കയറി വന്നോ, അങ്ങോട്ട് കയറി നോക്കിയോ. താണ്ടെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ വെറൈറ്റി റോസുകളാണ്. ചേച്ചി റോസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി റോസ് കേട്ടോ. കൊള്ളാവോ? താണ്ടെ തട്ടാതെ കൊണ്ടുപോണേ. താണ്ടെ അടിപൊളി റോസല്ലേ. ആ റോസിൻ്റെ ഭംഗി നോക്കി, ഭയങ്കര ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ 2-ാം കുറ്റിലേക്ക് കുറച്ച് റോസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താണ്ടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന റോസുകൾ ഈ ഒരു സൈഡ് മുതൽ താണ്ടെ ആ ഒരു അറ്റം മുതൽ ഇങ്ങോട്ട് വന്ന് താണ്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അറ്റം വരെ നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ. നല്ല ഓർക്കിഡ് റോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓർക്കിഡ് വെറൈറ്റി റോസേ കണ്ട. ഇനി ഇവിടെ എല്ലാം റോസ് വരാനുണ്ട്. ഈ പ്ലാന്റുകളെല്ലാം താണ്ടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് താണ്ടെ വലിയ ചട്ടിയിൽ ഫുള്ള് ഫ്ലവർ. ഇത് നോക്കി, ഇതൊക്കെ ഒരുപാടൊന്നുമില്ല, കുറച്ച് റോസേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഭംഗി നോക്കിയതാ, എന്ത് മനോഹരമായ റോസ് നോക്കി. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. അതേപോലെ മൾട്ടി കളർ റോസ് താണ്ടെ 2 കളറുള്ള റോസ്, 3 കളറുള്ള റോസ്, ഒരു പൂവിൽ തന്നെ 2-3 കളറൊക്കെ ഉള്ള റോസുകൾ താണ്ടെ ഇന്ന് 23-ാം തീയതി വന്നേക്കുന്ന ഒരു ലോഡ് റോസാണേ. താണ്ടെ ഇങ്ങോട്ടുണ്ട് കേട്ടോ. താണ്ടെ ഈ സൈഡിലോട്ട് വന്നേ. താണ്ടെ ഈ സൈഡിലും താണ്ടെ ചെറിയ റോസ്, 300 ടൈപ്പ് റോസ്, വലിയ റോസുകളുള്ള പ്രത്യേക ഇരിപ്പുണ്ട്. വലിയ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ അതിനകത്തും ഉണ്ട് കേട്ടോ മൾട്ടി. നോക്കിയേ, താണ്ടെ എന്താ മനോഹരം അല്ലേ. നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ. തിരക്കി കിടക്കുന്നവർക്ക് നേരെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം റോസ്, ഏകദേശം ഒരു 3000-3500 റോസ്, ഈ നല്ല അടിപൊളി റോസുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാം. ഓക്കെ, അന്നേരം നേരെ ഇങ്ങ് വന്നേരം നമുക്ക് ലോഡങ്ങ് തുറക്കാൻ വേണ്ടി നിങ്ങളും കൂടെ കൂടിഞ്ഞ് വന്നേക്കണം കേട്ടോ. അടിപൊളി ഒരു ലോഡ് സാധനമാണേ. താണ്ടെ നോക്കിയേ, ഇതിനെയാണ് പറഞ്ഞത്. ഇതേപോലെ ലോഡ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ താഴ്ഭാഗത്ത് അങ്ങനെ പ്ലാന്റ് വയ്ക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഫുള്ളായിട്ട് ബാക്കിലോട്ട് കവരും. ഭയ്യ ചരുവെട് ആ പ്ലാന്റ് ഇറക്ക്. ആ ഒരു ലോഡ് സാധനം എടുത്തേക്ക്. ബാ നല്ല തൊപ്പി എവിടുന്നാ? താണ്ടെ ആ പ്ലാന്റ് ഇറക്കുന്ന നോക്കണേ. അഞ്ഞു വന്നേ. ഇതേപോലെ ഒരുപാടുണ്ട് കേട്ടോ. അകത്തോട്ട് പ്ലാന്റ് ഉണ്ട്. ക്രിസാന്തിമം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിസാന്തിമം, നല്ല ക്വാളിറ്റി ക്രിസാന്തിമം. നിങ്ങൾ പൂ അല്ലേ, ഓണത്തിനൊക്കെ പൂ ഒരുപാട് മേടിച്ചിട്ടുണ്ടാവും. താണ്ടെ ഇറങ്ങിക്കൊണ്ട് പോവാണ്. നല്ല ഡാർക്ക് റെഡ് ഇരിപ്പുണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ് അകത്തിരിപ്പുണ്ട്. ഇതുകൊണ്ട് ഡാർക്ക് വയലറ്റ് നല്ല ഭംഗിയില്ലടാ. ചക്കരെ അടിപൊളിയല്ലേ. അന്നേരം കൊല്ലത്താണ് നമ്മളത് നഴ്സറിയിൽ ഇപ്പം വന്നേക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനമാണ്. അന്നേരം ഇവിടത്തേക്ക് ഒരുപാട്
പ്ലാന്റുകൾ ഇപ്പോഴത്തെ ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വീണ്ടും അടിപൊളി ഒരു 28 ഓണ ലോഡ് തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ നേരത്തെ കൂട്ടിക്കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിപൊളി പ്ലാന്റുകൾ താണ്ടെ ഇവിടെ എല്ലാം ഇപ്പം പ്ലാന്റുകൾ കൊണ്ട് നിറയും. അന്നേരം സമയം പോലും വന്നേരം ആദ്യമേ വരുന്നവർക്ക് അപ്പവും മുട്ടറോസ്റ്റും എന്ന് പറയും അല്ലേ, ആദ്യമേ വരുന്നവർക്ക് അപ്പവും മുട്ടറോസ്റ്റും അതേപോലെ നല്ല വെറൈറ്റി പ്ലാന്റുകൾ നോക്കിക്കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇങ്ങനെ വന്നേരം ആശ്രാമം മൈതാനത്ത് കുമാർ നഴ്സറി ബോർഡുണ്ട്, അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഇപ്പോഴാണേ വാങ്ങാൻ പറ്റും. 22-ാം തീയതി 23, 24, 25, 26, 27 പോയി കഴിയുമ്പം നല്ല നല്ല വെറൈറ്റികൾ വേറെ വീടുകളിൽ പോകും. അന്നേരം നേരെ ഇനി വന്നേരം ആ കളർ നോക്ക് മക്കളെ, ആ നല്ല ഡാർക്ക് മഞ്ഞ നിറം നോക്ക്, അടിപൊളിയല്ലേ ഇതാണ്ട് കണ്ടില്ലേ. അതെല്ലാം നമ്മളിവിടെ ഇറക്കാൻ വേണ്ടി പോവുകയാണേ. അതേപോലെ തന്നെ ഇതാണ്ട് വെള്ള റോസൊക്കെ അത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ. ഒരു തുള്ളി ആയിട്ടുള്ളൂ, അന്നേരം 1% പോലും ആയിട്ടില്ല ഇറക്കി തുടങ്ങിയത്. ഇതാണ്ടേ അന്നേരം ഇതിനകത്ത് ഫുൾ ലോഡ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ട്. ചെറിയ വീഡിയോകളാകുമ്പോൾ നിങ്ങളിരുന്ന് കാണും. അന്നേരം എന്താ ഇതേപോലെയുള്ള നല്ല നല്ല ക്രിസാന്തിമം ലോഡാണ് ആദ്യമേ ഇറങ്ങുന്നത്. ബായ് വാ കൂടിഞ്ഞ് വാര അടിപൊളി ഒരു ലോഡ് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം കൂടിങ്ങി വായോ. ദാണ്ട് ഇപ്പം 22-ാം തീയതി വന്ന ലോഡിലുള്ള ക്രിസാന്തിമം പ്ലാന്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറങ്ങാനുണ്ട്. അങ്ങനെ ദാണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റിൽ ക്രിസാന്തിമത്തിൻ്റെ ലോഡ് തന്നെ. ആ വെള്ള നിറം നോക്കി എന്തുവാ ഇത്, അടിപൊളി ഒരു ലോഡ് പ്ലാന്റിനകത്ത് ആ വെള്ള നിറവും മഞ്ഞ നിറവും ആ ചുമന്ന നിറവും വയലറ്റ് നിറവും ഒക്കെ ഒന്ന് കണ്ട് നോക്കി, എന്ത് ഭംഗിയല്ലേ. ഇതൊരു അത്തപ്പൂക്കളമാണെന്നൊക്കെ വിചാരിച്ചു അല്ലേ, ചെടികൾ കൊണ്ടുള്ളൊരു അത്തപ്പൂക്കളമെന്ന് തന്നെ വിചാരിച്ചു. നല്ല അടിപൊളി ഒരു ലോഡ് പ്ലാന്റുകൾ വന്നതിനകത്ത് ക്രിസാന്തിമം പ്ലാന്റ് 22-ാം തീയതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോഡാണ്. തീരും മുമ്പേ വന്നോ. നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ പോകുന്നതായിരിക്കും. അത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ വരുന്നവർ എന്തായാലും 4 ഇത് എടുത്തുകൊണ്ട് പോകും. നല്ല അടിപൊളി വെറൈറ്റി. താണ്ടെ അടുത്ത വെറൈറ്റി വന്നിട്ടുണ്ട്. അടുത്ത വെറൈറ്റി ആലിയ പൂക്കൾ തോറ്റു പോകും. ഇതാ നോക്കി അമ്മാതിരി രസമുള്ള നല്ല അടിപൊളി കളറുള്ള ക്രിസാന്തിമം പ്ലാന്റ് നേരിട്ട് വന്ന് നോക്കി കണ്ട് മനസ്സ് നിറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് താണ്ടെ ക്രിസാന്തിമം പ്ലാന്റിൻ്റെ ഒരു ലോഡ് ക്രിസാന്തിമം പ്ലാന്റ്. ഇതാ നോക്കുക, ആഹാ അടിപൊളി, എന്താ ഭംഗിയല്ലേ. അന്നേരം മുട്ടക്കൂട്ടുകാരെ നമുക്ക് നേരെ ആശ്രാമം മൈതാനത്ത് വന്നാൽ നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാം. ഓക്കെ, ദാണ്ട് ഇപ്പം 22-ാം തീയതി വന്ന ലോഡിലുള്ള ക്രിസാന്തിമം പ്ലാന്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറങ്ങാനുണ്ട്. അങ്ങനെ ദാണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റിൽ ക്രിസാന്തിമത്തിൻ്റെ ലോഡ് തന്നെ. ആ വെള്ള നിറം നോക്കി എന്തുവാ ഇത്, അടിപൊളി ഒരു ലോഡ് പ്ലാന്റിനകത്ത് ആ വെള്ള നിറവും മഞ്ഞ നിറവും ആ ചുമന്ന നിറവും വയലറ്റ് നിറവും ഒക്കെ ഒന്ന് കണ്ട് നോക്കി. നമുക്ക് ലോഡങ്ങ് തുറക്കാൻ വേണ്ടി നിങ്ങളും കൂടെ കൂടിഞ്ഞ് വന്നേക്കണം കേട്ടോ. അടിപൊളി ഒരു ലോഡ് സാധനമാണേ. ഇതാണ്ടേ എന്ത് ഭംഗിയല്ലേ. ഇതൊരു അത്തപ്പൂക്കളമാണെന്നൊക്കെ വിചാരിച്ചു അല്ലേ, ചെടികൾ കൊണ്ടുള്ളൊരു അത്തപ്പൂക്കളമെന്ന് തന്നെ വിചാരിച്ചു. നല്ല അടിപൊളി ഒരു ലോഡ് പ്ലാന്റുകൾ വന്നതിനകത്ത് ക്രിസാന്തിമം പ്ലാന്റ് 22-ാം തീയതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോഡാണ്. തീരും മുമ്പേ വന്നോ. നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ പോകുന്നതായിരിക്കും. അത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ വരുന്നവർ എന്തായാലും 4 ഇത് എടുത്തുകൊണ്ട് പോകും. നല്ല അടിപൊളി വെറൈറ്റി. അടുത്ത വെറൈറ്റി വന്നിട്ടുണ്ട്. അടുത്ത വെറൈറ്റി ആലിയ പൂക്കൾ തോറ്റു പോകും. ഇതാ നോക്കി അമ്മാതിരി രസമുള്ള നല്ല അടിപൊളി കളറുള്ള ക്രിസാന്തിമം പ്ലാന്റ് നേരിട്ട് വന്ന് നോക്കി കണ്ട് മനസ്സ് നിറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് താണ്ടെ ക്രിസാന്തിമം പ്ലാന്റിൻ്റെ ഒരു ലോഡ് ക്രിസാന്തിമം പ്ലാന്റ്. ഇതാ നോക്കുക, ആഹാ അടിപൊളി, എന്താ ഭംഗിയല്ലേ. അന്നേരം മുട്ടക്കൂട്ടുകാരെ നമുക്ക് നേരെ ആശ്രാമം മൈതാനത്ത് വന്നാൽ നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോവാം. ഓക്കെ, ദാണ്ട് നോക്കിയ ഇതിനെയാണ് പറഞ്ഞത്. ഇതേപോലെ ലോഡ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ താഴ്ഭാഗത്ത് അങ്ങനെ പ്ലാന്റ് വെക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് ഫുള്ളായിട്ട് ബാക്കിലോട്ട് കവരും. ഭയ്യ ചരുവെട് ആ പ്ലാന്റ് ഇറക്ക്. ആ ഒരു ലോഡ് സാധനം എടുത്തേക്ക്. ബാ നല്ല തൊപ്പി എവിടുന്നാ താണ്ടെ ആ പ്ലാന്റ് ഇറക്കുന്ന നോക്കണേ. അഞ്ഞു വന്നേ. ഇതേപോലെ ഒരുപാടുണ്ട് കേട്ടോ. അകത്തോട്ട് പ്ലാന്റ് ഉണ്ട്. ക്രിസാന്തിമം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിസാന്തിമം, നല്ല ക്വാളിറ്റി ക്രിസാന്തിമം. നിങ്ങൾ പൂ അല്ലേ, ഓണത്തിനൊക്കെ പൂ ഒരുപാട് മേടിച്ചിട്ടുണ്ടാവും. ദാണ്ട് ഇറങ്ങിക്കൊണ്ട് പോവാണ്. നല്ല ഡാർക്ക് റെഡ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ് അകത്തിരിപ്പുണ്ട്. ഇതുകൊണ്ട് ഡാർക്ക് വയലറ്റ് നല്ല ഭംഗിയില്ലടാ ചക്കരെ, അടിപൊളിയല്ലേ. അന്നേരം കൊല്ലത്താണ് നമ്മളത് നഴ്സറിയിൽ ഇപ്പം വന്നേക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനമാണ്. അന്നേരം ഇവിടത്തേക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇപ്പോഴത്തെ ലോഡിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വീണ്ടും അടിപൊളി ഒരു 28 ഓണ ലോഡ്
തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ നേരത്തെ കൂടി കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിപൊളി ബ്രാൻഡുകൾ താണ്ടെ ഇവിടെ എല്ലാം ഇപ്പം ബ്രാൻഡുകൾ കൊണ്ട് നിറയും. അന്നേരം സമയം പോലും വന്നേരെ ആദ്യമേ വരുന്നവർക്ക് അപ്പവും മുട്ടറോസ്റ്റും എന്ന് പറയും അല്ലേ, ആദ്യമേ വരുന്നവർക്ക് അപ്പവും മുട്ടറോസ്റ്റും അതേപോലെ നല്ല വെറൈറ്റി ബ്രാൻഡുകൾ നോക്കിക്കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇങ്ങനെ വന്നേരെ ആശ്രാമം മൈതാനത്ത് കുമാർ നഴ്സറി ബോർഡുണ്ട്. അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഇപ്പോഴാണേ വാങ്ങാൻ പറ്റും. 22-ാം തീയതി 23, 24, 25, 26, 27 പോയി കഴിയുമ്പം നല്ല നല്ല റേറ്റുകൾ വേറെ വീടുകളിൽ പോകും. അന്നേരം നേരെ ഇനി വന്നേരം ആ കളർ നോക്ക് മക്കളെ, ആ നല്ല ഡാർക്ക് മഞ്ഞ നിറം നോക്ക്, അടിപൊളിയല്ലേ ഇതാണ്ട് കണ്ടില്ലേ. അതെല്ലാം നമ്മളിവിടെ ഇറക്കാൻ വേണ്ടി പോവുകയാണേ. അതേപോലെ തന്നെ ഇതാണ്ട് വെള്ള റോസൊക്കെ അത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ. ഒരു തുള്ളി ആയിട്ടുള്ളൂ, അന്നേരം 1% പോലും ആയിട്ടില്ല ഇറക്കി തുടങ്ങിയത്. ഇതാണ്ടേ അന്നേരം ഇതിനകത്ത് ഫുൾ ലോഡ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ട്. ചെറിയ വീഡിയോകളാകുമ്പോൾ നിങ്ങളിരുന്ന് കാണും. അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല ക്രിസാന്തിമം ലോഡാണ് ആദ്യമേ ഇറങ്ങുന്നത്. ആയ് ബായ് വാ കൂടെ നീ വാര ആടി